എന്തുകൊണ്ടാണ് സി.ജെ. റോയിയുടെ മരണത്തിന് ഇത്രയും ദുരൂഹത? എന്താണ് അതൊന്നും വിട്ടൊഴിയാത്തത്? വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ആളുടെ, ഒരു ബിസിനസ്മാൻ്റെ, കേരളത്തിലെ എല്ലാവർക്കും പരസ്യദായകനായി നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം പരസ്യം നൽകുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ മരണം സാധാരണഗതിയിൽ വലിയ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ കൂടി അത് അധികം ചർച്ച ചെയ്യാതെ പോവുകയാണ് പതിവ്. നമുക്ക് മുത്തൂറ്റ് പോളം ജോർജിൻ്റെ കഥ അറിയാമല്ലോ. അതുപോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് വലിയ വാർത്തയായി, വിവാദമായി, അറസ്റ്റായി, ബഹളമായി എല്ലാം ചെയ്തെങ്കിലും അതിനപ്പുറത്തേക്ക് അത് വലിയ രീതിയിൽ കടന്നു പോകാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഫോളോ അപ്പ് സ്റ്റോറികളൊക്കെ ഒരു പരിധിക്കപ്പുറം വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അൽ മുക്താദർ ജ്വല്ലറിയുടെ കേസ് പറയാമല്ലോ നമുക്ക്. അത് രണ്ടുമാണ് നമുക്ക്. ഈ അൽ മുക്താദർ ജ്വല്ലറിയുടെ വാർത്തകൾ എവിടെയും വന്നിട്ടില്ല എന്നുള്ള വലിയ തട്ടിപ്പാണ് നടന്നത്. ഏതായാലും ശരി തന്നെ ഈ രണ്ട് കേസുകളെ നമുക്ക് പ്രാഥമികമായി തന്നെ എടുക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് കേസുകൾ, പലരുടെയും കേസുകൾ, പല ജ്വല്ലറി ഉടമകളുടെ കേസ്, അവരുടെ മറ്റേ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള അലിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും വന്നിട്ട് പോലും പലപ്പോഴും വെളിയിലേക്ക് വന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പരസ്യത്തെ പേടിച്ചിട്ടാണോ എന്നുള്ള ഇതൊക്കെ ചോദ്യങ്ങളുമൊക്കെ വന്നിരുന്നു. പക്ഷേ ഇവിടെ സി.ജെ. റോയിയുടെ മരണത്തിനകത്തെ ദുരൂഹതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ദുരൂഹതയാണ് ആദ്യം ചൂണ്ടിക്കാട്ടപ്പെട്ടതെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം വരെ എത്തി നിൽക്കുന്ന ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇമോഷണലി കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും സി.ജെ. റോയിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒന്ന്, കുടുംബവുമായിട്ടുള്ള ബന്ധം; രണ്ട്, രാഷ്ട്രീയ ബന്ധം, സിനിമാ ബന്ധം, വ്യക്തിബന്ധം. ഇങ്ങനെ പല തട്ടിൽ സി.ജെ. റോയിയുടെ ബന്ധങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ്. ഇതിൽ ഇമോഷണലി കണക്റ്റായവരുണ്ട്, ബിസിനസ് കണക്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അത് മാത്രവുമല്ല, മത്സരവുമായി ബന്ധപ്പെട്ട് സി.ജെ. റോയിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഇനി ഇതൊക്കെ അല്ലാതെ, ഈ സിനിമയും രാഷ്ട്രീയക്കാരും ഇതൊന്നും അല്ലാതെ സി.ജെ. റോയിയുടെ ആത്മബന്ധങ്ങൾ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചർച്ചയാവണമെങ്കിൽ എന്തെങ്കിലും വസ്തുതകൾ ഇതിനകത്തുണ്ടായിരിക്കണമല്ലോ എന്നുള്ളതാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ്. അന്വേഷണത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം പല വീഡിയോകൾ നമ്മൾ ചെയ്തതാണ്. പല കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്തതാണ്, എന്തൊക്കെ ആവാം കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ട്. ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾക്കകത്ത് വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി.ജെ. റോയിക്ക് വിഷാദ രോഗമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാനസികമായിട്ട് വളരെയധികം തകർന്ന അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തകർന്ന അവസ്ഥയിലേക്ക് സി.ജെ. റോയിയെ കൊണ്ടെത്തിച്ചത് എന്താണ് എന്നാണ്. സി.ജെ. റോയിയുടെ കമ്പനിയുടെ പേര് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നാണ്. വലിയ കോൺഫിഡൻസ് ഉള്ള ആളാണ്. അതുമാത്രവുമല്ല, ബിസിനസ് മേഖലയിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു അവകാശവാദം സി.ജെ. റോയി പറഞ്ഞിരുന്നു. അത് സീറോ ഡെബിറ്റ് എന്നുള്ളതാണ്. അത് കടമില്ലാതെ ബിസിനസ് ചെയ്ത ഒരാൾ, എനിക്കൊരു കടവുമില്ല, ഒരു കടം പോലും ഇല്ലാതെ ഞാൻ ബിസിനസ് നടത്തുന്നു എന്ന് പറഞ്ഞത്, അതായത് ഒരു ലോൺ പോലും എടുക്കാതെ, അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് പരമാവധി റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല പണ്ടത്തെ പോലെ വലിയ ലാഭമുള്ള കച്ചവടമല്ല. റിയൽ എസ്റ്റേറ്റിൻ്റെ മറിച്ച് വിൽക്കലുകൾക്കാണ് പലപ്പോഴും ഇടനിലക്കാർക്കാണ് പരമാവധി ലാഭം കിട്ടാറുള്ളത്. അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും നിൽക്കുന്നവർക്ക് പലപ്പോഴും ലാഭം കുറവായിരിക്കും കിട്ടുന്നത്. നമുക്കറിയാം, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരറ്റത്ത് നിൽക്കുന്നതാണ്. അതായത് റിയൽ എസ്റ്റേറ്റിൻ്റെ വസ്തു കണ്ടെത്തി, അത് വാങ്ങിച്ച്, അതിൻ്റെ ഇടപാടുകൾ നടത്തി, അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അത് വിൽക്കുന്ന ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിക്കണം. അതുവരെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഒരുപാട് ചിലവുകൾ വരും, കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിൽക്കാത്ത കാര്യങ്ങൾ വരും. അവസാനം പ്രോഡക്റ്റാക്കി ഇറക്കുമ്പം ഡിമാൻഡ് കുറവാണെങ്കിലോ നഷ്ടം വരെ സംഭവിക്കാം. അപ്പോൾ ലാഭം വളരെ കുറവാണ്, ചുരുങ്ങിയ ലാഭത്തിലാണ് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന വസ്തു ബ്രോക്കറായിരിക്കണം, ബ്രോക്കർക്ക് അത്യാവശ്യം പൈസ കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അത്യന്ത ലാഭമില്ലാത്ത ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ സ്വർണ്ണ കച്ചവടമാണെങ്കിൽ ഈ വില മാറുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ വലിയ ലാഭം കിട്ടിയേക്കാം. ഇവിടെ അതല്ല. ഈ പറയുന്ന വില മാറുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടെയാണ് എന്നുള്ളിടത്ത് സീറോ ഡെബിറ്റ് എന്ന് പറയുന്ന ഒരു വലിയ അവകാശവാദം സി.ജെ. റോയിക്ക് ഉന്നയിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്ന ചോദ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. സി.ജെ. റോയി എങ്ങനെയാണ് 20 വർഷം കൊണ്ട് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് പല റിപ്പോർട്ടുകളും വന്നു. അവസാനം ഈ പറയുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് വരെ നമ്മൾ സംസാരിച്ചാണ്. ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ജോലി ചെയ്തിരുന്നു, അവിടെ പ്രശ്നമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുമ്പ് TVSലും HP-ലും ഒക്കെ ജോലി ചെയ്ത ആളുമാണ്. അപ്പോൾ അവിടെയൊന്നും പ്രശ്നമുണ്ടായില്ലല്ലോ എന്നൊരു മറു ചോദ്യം വരും. എന്നാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നവർ ഇതുവരെയും ഒരു തരത്തിലുള്ള ആരോപണവും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. എന്തായാലും കടമില്ലാതെ ഇത്ര വലിയ ഒരു ബിസിനസ് എങ്ങനെ വന്നു, ഇല്ലെങ്കിൽ കൊണ്ടു നടന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ചോദ്യം വരുന്നു. ആ ചോദ്യത്തിൻ്റെ തുടർച്ചയാണ്, സ്വാഭാവിക ചോദ്യമല്ലേ, ആ ചോദ്യത്തിൻ്റെ തുടർച്ചയാണ് ഈ പറയുന്ന IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം എന്നുള്ളിടത്താണ് കാര്യങ്ങളുടെ ചിത്രം തെളിയുന്നത്.
ഈ ദുരൂഹത പ്രജിത ചോദിച്ചല്ലോ, ആ ദുരൂഹതയുടെ ചിത്രം തെളിയുന്നത് ഈ സീറോ ഡെബിറ്റിൽ നിന്ന് IT ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുമ്പോഴാണ്. സീറോ ഡെബിറ്റിൽ നിന്ന് മൂലധനമില്ലാതെ എങ്ങനെ എനിക്കിപ്പോൾ ഒരു ബിൽഡിംഗ് വെച്ച് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് വസ്തുവൊക്കെ കണ്ടെത്തിക്കാൻ ഞാൻ പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ലോൺ ബാങ്കിൻ്റെ മുമ്പിൽ ഒരു പ്രപ്പോസൽ ഞാൻ വെക്കും, ഇത്ര ലക്ഷം അല്ലെങ്കിൽ കോടി രൂപയുടെ ഒരു നിർമ്മാണ പദ്ധതിയാണ്, അവിടെ ഇത്ര രൂപ ലാൻഡ് വാല്യൂ ഉണ്ട്, ആ വാല്യൂവിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത്ര രൂപ ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിറ്റ് പോകുമ്പോൾ കിട്ടും, ആ ലാഭം എനിക്ക് ബാങ്കിൻ്റെ കടം വീട്ടാൻ കഴിയും, എനിക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സ് വരും. ഇൻകം ടാക്സ് വന്നിട്ട് പറയും നിങ്ങൾ ഇത്ര രൂപ ലാഭം ഉണ്ടാക്കിയില്ലേ, ഇത്ര രൂപ നിങ്ങളുടെ വരുമാനം ഉണ്ടായാലും അതിൻ്റെ നികുതി അടയ്ക്കണമെന്ന് പറയും. സ്വാഭാവികം. അപ്പോൾ എൻ്റെ വരുമാനം എനിക്ക് കാണിക്കാൻ പറ്റും. ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ബിസിനസ് ചെയ്തിരിക്കുന്നത്. CJ റോയിക്ക് ബാങ്കിൽ നിന്നല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പണം കിട്ടിയതെന്നുള്ള സോഴ്സ് കാണിക്കേണ്ടി വരും. ആ സോഴ്സ് കാണിക്കാനുള്ള ബുദ്ധിമുട്ടാണോ മരണത്തിലേക്ക് എത്തിയത് എന്നുള്ളത് കൂടി ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ആഡംബര ജീവിതം നയിച്ചിരുന്ന ഒരാൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നമുക്കറിയാം, വാങ്ങാത്ത കാറുകളില്ല. കാർ പോർച്ചെന്ന് അതിനെ പറയാൻ പറ്റുമെന്നുള്ളതാണ്. അതെ, അത്രയേറെ ആഡംബരത്തിലുള്ള ഒരു കാറുകൾ. പിന്നെ അതുപോലെ തന്നെ സ്വന്തമായി വിമാനം വാങ്ങാനുള്ള പദ്ധതി. ഇങ്ങനെ വിമാനം 1, 2 അല്ല 11 വിമാനങ്ങൾക്കാണ് അദ്ദേഹം പദ്ധതി കിട്ടുന്നതെന്നുള്ള. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. പൊട്ടിപ്പോയ പടങ്ങൾക്ക് വരെ ഈ പറയുന്ന പണം മുടക്കിയ ആൾ. അപ്പോൾ ഇതൊക്കെ എവിടെ പോയി, എവിടെ നിന്ന് വന്ന വരുമാനം, ഇതെങ്ങോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മരണം എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നത്. ആ മരണത്തിൻ്റെ കാരണം തേടി പോകുന്നത്. അപ്പോഴും ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ള കാര്യത്തിനകത്ത് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുത. ഇനി മരണത്തിൻ്റെ ദുരൂഹത. മരണം എന്ന് പറയുന്നത് സൈലൻസർ ഘടിപ്പിച്ച് കണ്ണുപയോഗിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഉച്ചവെളിയിൽ കേൾക്കാത്തതെന്നും പറയുന്നുണ്ട്. ഇനി അടുത്ത് വിഷാദ രോഗമുണ്ടായിരുന്നു. അപ്പോൾ മരണകാരണം പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല, പെട്ടെന്നുണ്ടായ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മരിക്കുന്നത്, നേരത്തെ തന്നെ പ്രശ്നമാണ്. ഡയറി കുറിപ്പുകളൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ വിഷാദ രോഗത്തിന് ബാംഗ്ലൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ തേടിയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് കോസായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ, ഈ പറയുന്ന ചോദ്യങ്ങൾ വരുമ്പോഴേക്കും മറ്റെന്തെങ്കിലും മറയ്ക്കാനുണ്ടായിരുന്നോ എന്നൊരു പ്രശ്നം കൂടി വരുന്നുണ്ട്. അതേസമയം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒരു പ്രസ് റിലീസ് ഇറക്കിയിരുന്നു. അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. TA ജോസഫ് എന്ന് പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ഒരു കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അത് കേരളത്തിലെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിക്ഷേപകരെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. അതായത് മരണം ബിസിനസ്സിനെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇനി 2 പ്രോജക്റ്റുകളെല്ലാം തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. രോഹിത് റോയ്, ഈ TJ റോയിയുടെ മകൻ, ഇതിനെ നയിക്കുമെന്ന് പറയുന്നുണ്ട്. ആരെയും കമ്പനി ചതിക്കില്ല എന്ന് പറയുന്നുണ്ട്. മരണത്തിൻ്റെ കാരണം സാമ്പത്തിക പ്രശ്നങ്ങളല്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ TA ജോസഫ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ നിക്ഷേപക പ്രശ്നമല്ല, സാമ്പത്തിക പ്രശ്നമല്ല, IT-യുമായിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നമല്ല, അതൊക്കെ നിസ്സാര കാരണങ്ങളായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലനിന്നിരിക്കണം ഈ പറയുന്ന മരണത്തിന് പിന്നിലായിട്ട്. അവസാന നിമിഷം TA ജോസഫിനോട് ക്യാബിനിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞത് അമ്മയെ ഫോൺ ചെയ്യാനാണെന്നാണ് പറഞ്ഞത്. അമ്മയാണോ ഫോൺ ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടില്ല എവിടെയും. അങ്ങനെയാണെങ്കിൽ അമ്മയോടാണ് സംസാരിക്കുന്നത്. ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. അവസാനം യാത്ര പറയാനാണോ അമ്മയെ വിളിച്ചത് എന്നുള്ളത് അറിയില്ല, എന്താ സംസാരിച്ചതെന്നും അറിയില്ല. അപ്പോൾ ഇതിനകത്തെ ദുരൂഹത നീങ്ങാത്തതിന് കാരണം പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്തതാണ്. ഒന്ന്, നിക്ഷേപകരുടെ കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടിയാൽ ഒരു പരിധിവരെ ഇതിൻ്റെ ചോദ്യങ്ങൾ മാറും. വ്യക്തിപരമായും കുടുംബപരമായും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ നിരന്തരമായിട്ട് ഈ പറയുന്ന ഫിനാൻഷ്യൽ കണക്ഷൻസ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങളാണെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിലേക്ക് കടന്നു ചെല്ലാനും പൊതുസമൂഹത്തിനോ വാർത്താമാധ്യമങ്ങൾക്കോ കഴിയില്ല എന്നുള്ളത് കൂടിയുണ്ട്. അതിൻ്റെ കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ചിലപ്പോൾ മകനുമായിട്ട്, ഭാര്യയായിട്ട്, സഹോദരനായിട്ട്, അമ്മയായിട്ട്, ആരെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ മകളായിട്ട്, ഊഹമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ആ ഒരു ഉണ്ടായ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കുടുംബ പ്രശ്നം കൊണ്ട് ആൾക്കാർ മരിക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല, അങ്ങനെ പലതും സംഭവിക്കാം. അപ്പോൾ എന്തായാലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തകരുന്നില്ല, അത് തുടർന്നു പോകുന്നു. ഈ പറയുന്ന മരണം എന്ന് പറയുന്നത് സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ ബാധിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി വരുന്നത് ആശ്വാസകരമാണ് നിക്ഷേപകരെ സംബന്ധിച്ചും കേരളത്തിൻ്റെ വ്യവസായ മേഖലയെ സംബന്ധിച്ചും. പക്ഷേ റോയിയുടെ മരണത്തിലെ ദുരൂഹതകൾ, ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കവെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും SIT രൂപീകരിച്ച് കർണാടക പോലീസ് അന്വേഷിക്കുന്നുണ്ട്, മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ദുരൂഹത നീങ്ങി വന്നാൽ മാത്രമേ വാസ്തവം അറിയാൻ കഴിയുള്ളൂ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അത് അധികം വൈകാതെ പുറത്തേക്ക് വരുമായിരിക്കും.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാവും. അവിടെ ഇന്ത്യ ലൈവിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും യഥാസമയത്ത് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യുക. മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.